passion, a love that's never fed. But let mercy fall on me, where everyone needs forgiveness, the kindness of a Savior, the hope of nations. Savior, He can move the mountains. My God is mighty to save. He is mighty to save. Forever, author of salvation. But He rose and conquered the grave. Jesus conquered the grave. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്റർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2016 ആരംഭിച്ചപ്പോൾ പിശാച് നമ്മുടെ കാതിൽ പറഞ്ഞു 2016 പൂർത്തീകരിക്കില്ല. നമ്മെപ്പോലെ അപകടങ്ങളും അനർത്ഥങ്ങളും രോഗങ്ങളും തകർച്ചകളും വന്ന പല ആളുകളും ഇന്നീ ഭൂപ്പരപ്പിലില്ല. കൃപയാൽ ആയുസ്സോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് നൽകി തന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്കൊരുമിച്ച് ഇന്ന് നടക്കുന്ന ഈ TV പ്രോഗ്രാമിലേക്ക് ശ്രദ്ധയോടെ ശ്രദ്ധിക്കാം. അതിന് കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പത്രോസിന്റെ പ്രശ്നം ഇതാണ്. അധ്വാനത്തിൽ പരാജയപ്പെട്ടു പോയ പത്രോസ്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ പത്രോസ്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ പത്രോസിനോട് കർത്താവ് പറയുക, അധ്വാനിച്ചിട്ട് പരാജയപ്പെട്ടാലും നീ യേശുവിനെ കൊണ്ട് അധ്വാനിച്ചാൽ നിനക്ക് ഉയർച്ച ദൈവം തരാൻ പോകും. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്വന്തം പറഞ്ഞ് ഇന്ന് രാവിലെ നിങ്ങൾ വമ്പൻ പരാജയമായിരിക്കാം, പക്ഷേ കർത്താവ് നിങ്ങളെ വിജയമാക്കാൻ പോകുകയാണ്. പരാജയപ്പെട്ടു പോയ നിങ്ങളെ ഞാൻ ഈ പ്രസംഗത്തിൽ ഒരു തലക്കെട്ട് കൊടുക്കാൻ പോകുകയാണ്. ഈ പ്രസംഗത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാൻ പോകുകയാണ്. സമ്പൂർണ്ണ പരാജയമായ നിങ്ങളെ സമ്പൂർണ്ണ വിജയമാക്കുന്ന ദൈവം. ഈ അനുഭവമുള്ളവർ മാത്രം ആമേൻ പറഞ്ഞേ. ഒരു പക്ഷം നിങ്ങൾ സമ്പൂർണ്ണ പരാജയമായിരിക്കാം. ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് സമ്പൂർണ്ണ വിജയത്തോടുകൂടിയാണ്. ഉറപ്പുള്ളവർ ദൈവത്തിനോട് സ്വന്തം പറഞ്ഞേ, എത്ര പരാജയമാണ് താങ്കളെങ്കിലും താങ്കളൊരു സമ്പൂർണ്ണ വിജയമായി മാറാൻ പോവുകയാ. കുടുംബത്തിൽ പരാജയപ്പെട്ടു പോയാണ്, സാമ്പത്തികമായി പരാജയപ്പെട്ടു പോയ താങ്കൾ, ജീവിതത്തിന്റെ ഏത് അവസ്ഥയിൽ പരാജയപ്പെട്ടു പോയാലും ഇന്ന് രാവിലെ ഒരു വിജയമാക്കി മാറ്റാൻ കരുത്തുള്ള ദൈവത്തിന്റെ ശക്തിക്കായി ഈ രാവിലെ ഞാൻ ദൈവത്തിന് സ്വാഗതം ചെയ്യുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട് ഞാൻ ഒരു ജയമായി മാറാൻ പോകും? പത്രോസിന്റെ ബിസിനസ്സിൽ, അധ്വാനത്തിൽ പത്രോസ് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. ഗെന്നസരത്തിന്റെ തടാകത്തിന്റെ കരയിൽ യേശു എത്തി. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അജു വായിച്ച. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവൻ ഗെന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കുന്നതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയും രണ്ട് പടകൾ കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. ഇതാണ് സംഭവങ്ങളുടെ പശ്ചാത്തലം. യേശു കർത്താവ് ഗെന്നസരത്തിന്റെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ രണ്ട് പടക കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് യേശു കണ്ടു. അതിൽ ശീമോൻ ഉള്ള ഒരു പടകിൽ യേശു കയറി. ശീമോന്റെ പ്രത്യേകത, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിരാശ മാത്രം ഫലമായി നിൽക്കുന്ന ശീമോന ഇന്ന് രാവിലെ അങ്ങനെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചില പടകിനകത്ത് യേശു കയറാൻ വേണ്ടി തുടങ്ങുക. നിരാശയുള്ള നിന്റെ വീട്ടിൽ, നിരാശയുള്ള നിന്റെ പടകിൽ
നിരാശയുള്ള പടകിൽ യേശു കയറാൻ പോവാ. നിരാശയുള്ള പടകിൽ യേശു കയറാൻ പോവാ. വിശ്വാസമുണ്ടോ? ഉണ്ട്. എഴുതിട്ടുന്നേ കർത്താവ് എന്നോട് പറയുക, എല്ലാം ഉണ്ടായും ഇന്ന് ഒന്നുമില്ല. ആ ഒരു അവസ്ഥയിലാണ്. എല്ലാം പൊട്ടി തകർന്നു പോയ ആളാ. ആയുസ്സോടെ ദൈവം കരുതുക. നഷ്ടത്തിന്റെ 1000 കണക്ക് ജീവിതത്തിൽ പറയാനുണ്ട്. ചെയ്തത് മുഴുവൻ പൊട്ടി തകർന്നുപോയി. പക്ഷെ ദൈവം എന്നോട് പറയുക, നഷ്ടപ്പെട്ടത് മൊത്തവും ദൈവം തിരിച്ചു തരാൻ പോവാ. വിശ്വാസമുണ്ടോ? ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയതാ. പക്ഷെ ദൈവം എന്നോട് പറയുക, നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ ദൈവം തിരിച്ചു തരും. ഞാൻ ഈ അച്ഛൻ ആദ്യമായിട്ട് വരവിടല്ലേ, ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഈ അച്ഛനെ ഞാൻ കണ്ടപ്പോ എന്നോട് പറഞ്ഞ്, അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു സൈഡ് തളർന്നു പോയ ആളാ. ഒരു തലമുറയുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ മനസ്സിലൊരു സങ്കടമുണ്ട്. മെച്ചമായ ഒരു ജോലി ദൈവം ഒരു അറബി രാജ്യത്ത് മകന് കൊടുക്കാൻ പോവാ. ശക്തിയോടെ ശവമാർന്ന് വിശ്വാസമുണ്ട്. അങ്ങനെ വിഷയത്തിൽ ആരുണ്ട്? മോന്റെ കാര്യത്തിൽ ഉണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരം ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. എനിക്ക് ഇന്ന് പകൽ പരാജയമാണെന്ന് ലോകം നിങ്ങൾക്കെതിരെ വിധി എഴുതിയാലും ഇന്ന് രാവിലെ നിങ്ങൾ സമ്പൂർണ്ണ വിജയമാകാൻ പോവുക. അടുത്തിരിക്കുന്ന 2 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, ഞാനൊരു സമ്പൂർണ്ണ ജയമാകാൻ പോകുകയാണ്. ചിരിച്ചോണ്ട് പറഞ്ഞ്, ഞാനൊരു സമ്പൂർണ്ണ ജയമാകാൻ പോകുകയാണ്. ഞാനൊരു സമ്പൂർണ്ണ ജയമാകാൻ പോകുകയാണ്. ഞാനൊരു സമ്പൂർണ്ണ ജയമാകാൻ പോകുകയാണ്. കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ നീ, ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോയ നീ, കൂട്ടുകാരുടെ മധ്യത്തിൽ പരാജയപ്പെട്ടു പോയ നീ, ഒരു സമ്പൂർണ്ണ വിജയമാകാൻ പോകുകയാണ്. സമ്പൂർണ്ണ വിജയമാകുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഒരു സന്തോഷമില്ലാതെ, സന്തോഷമുള്ളവരെന്ന് കൈയടിച്ച് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം പറഞ്ഞേ. സന്തോഷമുള്ളവർ ദൈവത്തിന്റെ നന്ദി പറഞ്ഞ് ചുമ്മാ പറയുകയല്ല. ഇന്ന് രാവിലെ നീ ഒരു സമ്പൂർണ്ണ വിജയമായി മാറാൻ പോകുകയോ, നീ ഒരു സമ്പൂർണ്ണ വിജയമായി മാറാൻ പോകുകയോ. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഉറപ്പുണ്ടൊരു സമ്പൂർണ്ണ വിജയമാണ്? ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറയുന്ന ഒരു വലിയ മാറ്റത്തോടായിരിക്കും ഈ യോഗം വിട്ട് പോകാൻ പോകുന്നത്. ഒന്ന് കരമുയർത്തി ദൈവത്തിന്റെ ശക്തിയോടെ ഗന്നസരത്തിൽ കഴിഞ്ഞ രാത്രിയിലത്തെ അധ്വാനം കഴിഞ്ഞ് പടക് 2 കരക്കടുപ്പിച്ച് പത്രോസ് തിരിച്ചു വീട്ടിൽ പോകാൻ തുടങ്ങുക. ബിസിനസ് ചെയ്തുകൊണ്ട് ഇന്നലെ രാത്രി അധ്വാനിച്ചുകൊണ്ട് എന്തോ കിട്ടി, ഒന്നും കിട്ടിയില്ല. നിരാശയാ ഫലം. ഒത്തിരി നാളായിട്ട് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത കുറച്ച് പേര് യോഗത്തിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൂത് കൈമാറുക. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. വേദപുസ്തകത്തിലെ വാക്യം ഞാൻ പറഞ്ഞത്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നിന്റെ അധ്വാന ഫലം പിശാച് കൊണ്ടുപോകത്തില്ല. നിന്റെ അധ്വാന ഫലം മക്കളോട് കൊണ്ടുപോകത്തില്ല. നിന്റെ അധ്വാന ഫലം ഡോക്ടർമാരെ കൊണ്ടുപോകത്തില്ല. നിന്റെ അധ്വാന ഫലം അവൻ സ്കാൻ ചെയ്യുന്നവൻ കൊണ്ടുപോകത്തില്ല. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. യേശു കർത്താവ് ശീമോനുള്ള ഒരു പടകിൽ കയറി. പടക് അല്പം നീക്കണമെന്ന് ആവശ്യപ്പെട്ടു. യേശു കയറിയാൽ പടക് നീക്കണം. യേശു കയറിയാൽ പടക് അല്പം ഒന്ന് നീക്കണം. ആ മദ്യപാനത്തിൽ നിന്ന് പടക് ഒന്ന് നീക്കണം. കഞ്ചാവിൽ നിന്ന് പടക് അല്പം ഒന്ന് നീക്കണം. ആ വഴക്കുണ്ടാക്കുന്ന സ്വഭാവത്തിൽ നിന്ന് അല്പം ഒന്ന് നീക്കണം. പ്രതിസന്ധി ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് അല്പം ഒന്ന് നീക്കണം. ഇന്ന് രാവിലെ അല്പം നീക്കിയാൽ ബാക്കി മുഴുവനും ചെയ്യാൻ കരുത്തുള്ള ഒരു സമ്പൂർണ്ണ ദൈവമാണ് നിന്റെ പടകിനകത്തിൽ നിന്ന് കയറിയത്. വിശ്വസിക്കുന്ന ദൈവത്തിനാൽ ഞാൻ ഈ രാവിലെ ദൈവത്തിന് സ്വപ്നം നൽകുക.
പടക് അല്പമൊന്നും നീക്കണം. ചോദിച്ചാൽ നീക്കാൻ പറ്റുമെന്ന് ചോദിച്ചേ. ആ SMS നിന്ന് അല്പമൊന്ന് നീക്കണം. ആ ഫോൺ വിളിയിൽ നിന്ന് അല്പമൊന്ന് നീക്കണം. ആ ബീഡിയിൽ നിന്ന് അല്പമൊന്ന് നീക്കണം. ആ സിഗരറ്റിൽ നിന്ന് അല്പമൊന്ന് നീക്കണം. മുറുക്കുന്ന സ്വഭാവത്തിൽ നിന്ന് അല്പമൊന്ന് നീക്കണം. നീക്കാൻ പറ്റുമോ? നീക്കിയാൽ ഇന്ന് രാവിലെ സമ്പൂർണ്ണ വിജയം തരാൻ കഴിയുന്ന യേശുവിന്റെ പടകിൽ കയറാൻ പോകുക. സമ്പൂർണ്ണ വിജയം തരുന്ന യേശുവിന്റെ പടകിൽ കയറാൻ പോകുക. സമ്പൂർണ്ണ വിജയം തരുന്ന യേശുവിന്റെ പടകിൽ കയറാൻ പോകുക. ഒന്ന് ചേർന്ന് പറഞ്ഞേ, അല്പമൊന്ന് നീക്കണം. എത്ര നീക്കണം? ആ സിനിമയിൽ നിന്ന് അല്പമൊന്ന് നീക്കണം. സീരിയൽ നിന്ന് അല്പമൊന്ന് നീക്കണം. എന്തുവേലും ആരുടെ നന്മ മുടക്കുന്ന വല്ല സ്വഭാവമുണ്ട് എന്ന് നിർത്തിക്കണം. ഒരു സ്വപ്നം പറ, അവിടുന്ന് അല്പമൊന്ന് നീക്കണം. ഒന്ന് പറഞ്ഞേ, അല്പമൊന്ന് നീക്കണം. നമ്മൾ തുടങ്ങണം, അല്പമൊന്ന് നീക്കണം. യേശു കർത്താവ് പടകിനകത്ത് കയറി പ്രസംഗം അങ്ങോട്ട് ആരംഭിച്ചു. പ്രസംഗം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഏറ്റവും അവസാനം പ്രസംഗത്തിന്റെ അവസാനത്തെ ബിന്ദു വിട്ടിട്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞ കാര്യമാണ് നമ്മളീ വായിച്ചത്. മീൻപിടുത്തത്തിന് വേണ്ടി ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വേണ്ടി വലയിടുക. വേറെ ഒന്നിനും വേണ്ടിയല്ല, പരാജയപ്പെടാൻ വേണ്ടിയല്ല നീ ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. നീ എന്ത് ആരംഭിച്ചാലും അതിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ദൈവങ്ങൾക്കായി ഇന്ന് രാവിലെ ദൈവത്തിന് സ്വന്തം ചെയ്യുക. മീൻപിടുത്തത്തിന് വേണ്ടി പ്രിയരെ ഒരു വെളിപ്പാട് ഞാൻ പറയുക. കൂട്ടമായിട്ട് ഇന്ന് പകരം ബ്രേക്ക് ത്രൂ നടക്കാൻ പോവുക. കുടുംബങ്ങൾക്ക് അത്ഭുതം നടക്കാൻ പോവുക. നീ പരാജയപ്പെട്ടു പോയ അതേ മേഖലക്കകത്ത് അന്യഭാഷ പറയാൻ പറ്റുന്നവര് അല്പം നിമിഷങ്ങൾ അന്യഭാഷ പറഞ്ഞ് പഠനത്തിൽ പരാജയപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ ഇന്ന് പകരം അതിൽ വിജയിക്കാൻ പോകുക. സ്വഭാവത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകൾ ഇന്ന് രാവിലെ അതിൽ വിജയിക്കാൻ പോകുക. എന്തിലൊക്കെ പരാജയപ്പെട്ടു അതിലൊക്കെ ഈ രാവിലെ വിജയിക്കാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവിനോടൊരു വെളിപ്പാട് പറയുക. പഠനത്തിൽ പരാജയപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ വിജയിക്കാൻ പോവാ. സ്വഭാവത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകൾ വിജയിക്കാൻ പോവുക. ലോകം മുഴുവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോട് ഞാൻ പറയുക, നിങ്ങളൊരു ജോലിക്ക് വേണ്ടി പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ, കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാവിലെ നിന്നെ ജയിപ്പിക്കാൻ കരുത്തുള്ള ഒരു ദൈവം നിങ്ങളെ പടകിൽ കയറാൻ പോവുക. ഒരു സമ്പൂർണ്ണ ജയം തരാൻ. ഒരു സമ്പൂർണ്ണ വിജയം തരാൻ കരുത്തുള്ള ദൈവശക്തിക്കായി ഈ രാവിലെ ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. അവിടെ നമ്മുടെ തീരുന്ന കാര്യങ്ങളില്ല. പത്രോസിനോട് തമ്പുരാൻ പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വേണ്ടി വലയിടുക. പത്രോസ് തിരിച്ചൊരു കാര്യം പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്, ഒന്നും ലഭിച്ചില്ല. 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ച വാക്യം, 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ ഇന്നത്തെ രാവിലെ നിങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളൊരു സമ്പൂർണ്ണ വിജയമായിരിക്കും. രാമി പറഞ്ഞേ, നിങ്ങളുടെ കുടുംബം ഒരു വിജയമായിരിക്കും. നിങ്ങളുടെ തലമുറ ഒരു വിജയമായിരിക്കും. നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങളുടെ വിജയം നേടും. ആ ക്യാൻസർ നിന്നെ കൊല്ലത്തില്ല, ട്യൂമർ നിന്നെ കൊല്ലത്തില്ല, ആ പ്രതിബന്ധം നിന്നെ തകർക്കത്തില്ല. ഇന്ന് രാവിലെ ഒരു സമ്പൂർണ്ണ വിജയം തരാൻ, ഇന്ന് രാവിലെ ഒരു സമ്പൂർണ്ണ വിജയം തരാൻ. ഇത് ഞാൻ വളരെ പറയുന്നില്ല, പരിശുദ്ധാത്മാവിനോട് പറയുക, ഒരു സമ്പൂർണ്ണ വിജയം തരാൻ. ഉറപ്പുണ്ട്, ഞാനൊരു സമ്പൂർണ്ണ വിജയമായി മാറും. അടുത്തിരിക്കുന്ന 2-3 പേർക്ക് കൈകൊടുത്ത് പറ, ഞാൻ ഒരു സമ്പൂർണ്ണ വിജയമായി മാറും. ബ്രദറെ, ഒരു സമ്പൂർണ്ണ വിജയമായി മാറും. തൊട്ടതെല്ലാം പരാജയ,
തൊട്ടതെല്ലാം തകർച്ചയാ, നിവർത്തിയില്ലാത്തോണ്ട തൊട്ടതെല്ലാം തകർച്ചയാ. പക്ഷെ എന്നോട് ഇപ്പൊ തിരിഞ്ഞു നോക്കിയ ആളുടെ കാര്യം പറയുന്നേ. പക്ഷെ ദൈവം എന്നോട് പറയുക, നീ ഒരു വിജയമായി മാറാൻ പോവാ. ഏറ്റെടുക്കാൻ പറ്റുന്നവരെല്ലാം കൂടെ ഏറ്റെടുത്തേ. ഞാനൊരു വിജയമായി മാറാൻ പോവുകയാ. ഞാനൊരു വിജയമായി മാറാൻ പോവുകയാ. എന്റെ തലമുറ ഒരു വിജയമായി മാറാൻ പോവുകയാ. എന്റെ കുഞ്ഞൊരു വിജയമായി മാറാൻ പോവുകയാ. ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് സ്വന്തം ചെയ്യുക. ഞാനൊരു വിജയമായി മാറാൻ പോവുകയാ. മോശ 80 വയസ്സ് വരെ സമ്പൂർണ്ണ പരാജയമായിരുന്നു. എന്തിലൊക്കെ പരാജയമായിരുന്നു? ജീവിതത്തിൽ പരാജയമായിരുന്നു. വിജയിപ്പിക്കാൻ നോക്കിയത് മുഴുവൻ പരാജയത്തിൽ കലാശിച്ചു. എല്ലാം തോൽവികൾ മാത്രമാ. തൊടുന്ന എല്ലാ സ്ഥലങ്ങളും പരാജയപ്പെട്ടു പോകുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോ ഇതേ അനുഭവമുള്ള ഒത്തിരി ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. തൊടുന്നിടമെല്ലാം പരാജയമാ. എവിടെ കാലെടുത്ത് വെച്ചാലും പരാജയമാ. ശുശ്രൂഷയിൽ വിജയിക്കുന്നില്ല. ആത്മീയത്തിൽ മുന്നോട്ട് വരുന്നില്ല. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിന്നോട് ഞാൻ പറയുക, നീ ഒരു സമ്പൂർണ്ണ പരാജയമല്ല. നീ ഒരു സമ്പൂർണ്ണ വിജയമായി മാറുക. യേശുവിനെ കാണുന്നിടം വരെ പത്രോസ് സമ്പൂർണ്ണ പരാജയം. യേശുവിനെ കണ്ടു കഴിഞ്ഞ് പത്രോസ് സമ്പൂർണ്ണ വിജയം. മോശ ദൈവത്തെ കാണുന്നിടം വരെ സമ്പൂർണ്ണ പരാജയം. കൈക്കരുത്ത് കൊണ്ട് മോശ വിചാരിച്ചു, എന്റെ കൈക്കരുത്ത് കൊണ്ടും എന്റെ ബുദ്ധി കൊണ്ടും എന്റെ സാമർത്ഥ്യം കൊണ്ടും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാ മോശ വിചാരിച്ച്. എന്റെ കൂടെ ഉണ്ട് 3-4 പേരും ഒക്കെ എന്റെ കൂടെ ഉണ്ട്, എനിക്ക് ഏതാണ്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ മോശ വിചാരിച്ച്. പക്ഷെ മോശയ്ക്ക് മനസ്സിലായി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശവമണക്ക് പോലും നടത്താൻ പറ്റാത്ത ഗതികേടിൽ ഓടേണ്ടി വരുമെന്ന് മോശയ്ക്ക് മനസ്സിലായി. പരാജയം ജീവിതത്തിനകത്തൊന്നും നുകർന്നു മുന്നോട്ട് പോയവൻ 80-ാമത്തെ വയസ്സിൽ ദൈവത്തെ കണ്ടു. എത്രാമത്തെ വയസ്സിൽ? 80-ാമത്തെ വയസ്സിൽ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ട മോശയുടെ ജീവിതം ഒന്ന് നോക്കിയേ. സമ്പൂർണ്ണ വിജയമാണ്. ഫറവോന്റെ ഓടിച്ചടത്ത് ഓടിപ്പോന്നിടത്ത് തിരിച്ചു വന്ന് വടിയിട്ട് വടിയെ പാമ്പാക്കി. പേടിച്ച് ഓടിപ്പോകുന്ന സ്ഥലത്ത് തിരിച്ചു വന്ന് വടി താഴോട്ടിട്ട് ഫറവോന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, സാറേ, ഞാൻ ഇവിടെ വന്നത് ഇസ്രായേലിന്റെ ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടതാ. എന്തിനു വിട്ടാന്നറിയാമോ? എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാന്ന് നിന്നോട് പറയാ. എന്റെ ദൈവം എന്നെ അയച്ചതാ. ഇന്ന് രാവിലെ ദേശത്തിന്റെ ശക്തിയോട് അന്ധകാരത്തോടെ വിളിച്ചു പറയാ, നിന്റെ അഭയത്തിന്റെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിക്കായി, അഭിഷേകത്തിന്റെ ശക്തിക്കായി ഈ രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാവിലെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഡെന്നിസ്. ഞാൻ ചെങ്ങന്നൂർ പുലിയൂരിൽ നിന്ന് വരുന്നു. എനിക്കിപ്പോൾ 32 വയസ്സുണ്ട്. ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ, അതായത് ഞാൻ +1 പഠിക്കുന്ന സമയത്ത് മദ്യപാനം തുടങ്ങിയ ആളാണ്. മദ്യപാനം നല്ല രീതിയിൽ ശക്തമായി മുമ്പോട്ട് പോയി എൻ്റെ വീടിൻ്റെ അവസ്ഥ ആകെ താറുമാറായി. വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായി, നാട്ടിലും എല്ലാം വിഷയമായി. ആ ഒരു അവസ്ഥയിൽ നിന്ന് മമ്മിക്ക് ലാസ്റ്റിൽ ഒരു നിവൃത്തിയില്ലാതെ എന്നെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ഉൾപ്പെടെ വിളിച്ചു വരുത്തി. എന്നെ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് എൻ്റെ മമ്മി എൻ്റെ അനിയനെയും കൂട്ടി അവിടെ നിന്ന് പോയി. എൻ്റെ പപ്പ വെളിയിലായിരുന്നു. പപ്പ സൗദി വർക്ക് ചെയ്യുന്ന സമയത്ത് പപ്പയുടെ അനുവാദത്തോടു തന്നെയാണ് പോയത്. കാരണം ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മമ്മി ജീവനോടുണ്ടാകില്ലെന്ന് മമ്മിക്ക് പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു. ഒരു രാത്രി മൊത്തം ഞാൻ ലോക്കപ്പിൽ കിടന്നു. പിറ്റേ ദിവസം ഞാൻ ഉച്ചയോടെ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മിയൊക്കെ ഇവിടെ പോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അവർ പിന്നെ തിരിച്ച് 1 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിൽ വന്നേ. ആ 1 വർഷം ഞാൻ വേറെ കുറച്ച് പണിയൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു. ആ കൂട്ടത്തിലൊന്നും മദ്യപാനം നിർത്താൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, നിർത്താൻ പറ്റിയിട്ടുമില്ല. അതിനുശേഷം എൻ്റെ ഫാദറൊക്കെ വന്ന് ഞാൻ പിന്നെ ഗൾഫിൻ്റെ പ്രദേശത്തേക്ക് പോയി, ഒരു ജോലിയൊക്കെ കിട്ടി. അങ്ങനെ 4 വർഷം ദുബൈയിൽ വർക്ക് ചെയ്തു. 4 വർഷം എല്ലാ ദിവസവും കഴിക്കുമായിരുന്നു. നല്ല രീതിയിൽ കഴിച്ച് അത് ഇന്ന് കള്ളുകൂടി നിർത്താൻ വേണ്ടി ഞാൻ ലീവിന് വരുമ്പോഴൊക്കെ എന്നെ എയർപോർട്ടിൽ എൻ്റെ കൂട്ടുകാരാണ് വന്ന് വിളിക്കാൻ വരുന്നത്. എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് കയറുമ്പോഴേ ബോധമില്ലാത്തൊരവസ്ഥയിൽ തന്നെ വന്നുകൊണ്ടിരുന്നത്.
അത് കഴിഞ്ഞതിന് ശേഷം പപ്പ എൻ്റെ കുടി അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ച്, പപ്പ സൗദി വർക്ക് ചെയ്യുകയാണ്. സൗദി വന്നു കഴിഞ്ഞാൽ അവൻ കുറച്ച് പേടിക്കും, അവിടെ കള്ളു കുടിക്കത്തില്ലെന്ന് കരുതി എന്നെ സൗദിയുടെ പ്രദേശത്തേക്ക് കൊണ്ടുപോയി 2 വർഷം സൗദി ജീവിച്ചു. പപ്പ പോലും പറയാതെ സൗദിയിൽ ഞാൻ അടിച്ചു. അവിടെ പിന്നെ ഈ മലയാളികളുള്ളതുകൊണ്ട് ഈന്തപ്പഴത്തിൻ്റെയൊക്കെ സാധനം അവിടുന്ന് വാറ്റിയ സാധനം അവിടെ അടിച്ചു. അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് എൻ്റെ ഒരു കല്യാണം നടന്നു. കല്യാണത്തിൻ്റെ കഴിഞ്ഞ് ഒരു 6 മാസക്കാലം ഞാൻ മാക്സിമം ഒതുങ്ങിയൊക്കെ നിന്നു. അതായത് കള്ളുകൂടി വളരെ ലൈറ്റായിട്ടൊക്കെ ആക്കി, വീടിനകത്തെ അടി കുറച്ചുകൊണ്ട് പുറത്ത് അടി കൂട്ടി, രാവിലെ ഇറങ്ങിയാൽ വൈകിട്ടേ വരത്തുള്ളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കുടുംബജീവിതം കുറേ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. 3 വർഷത്തോളമായി ഇപ്പോൾ കുടുംബജീവിതമായിട്ട്. ഒരു അവസാനമായപ്പോഴത്തേന് എൻ്റെ വൈഫിനൊന്നും തീരെ സഹിക്കാൻ പറ്റാതെ ഡൈവോഴ്സിൻ്റെ ഒരു വക്കിലേക്ക് വരെ അവൾ അതിനെപ്പറ്റി വരെ സംസാരിച്ച സമയമുണ്ട്. അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലെപ്പോഴും പറയും, നീ എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിക്ക് വലിയ ആഗ്രഹമായിരുന്നു. മമ്മിയെ പ്രാർത്ഥനയ്ക്ക് പോകാത്ത സ്ഥലങ്ങളില്ല, എനിക്ക് വേണ്ടി കരയാത്ത എല്ലായിടത്തും പോയി എനിക്ക് വേണ്ടി കരയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു പെന്തക്കോസ്ത് പാസ്റ്ററെ കൊണ്ടുവരണമെന്നൊക്കെ മമ്മിക്ക് വലിയ ആഗ്രഹമായിരുന്നു, ഒരു പ്രാർത്ഥന നടത്തണമെന്ന്. അന്നേരം എൻ്റെ വീട്ടിൽ ഒരാൾ വരാനായിട്ട് നിന്നതാണ്. പക്ഷേ ഞാൻ അന്നേരം എൻ്റെ കയ്യിൽ വടിവാളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, ഏത് പാസ്റ്ററിൻ്റെ അത് കയറിയാലും അവൻ്റെ കാല് ഞാൻ വെട്ടും, ഒരു പാസ്റ്ററും നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു നിന്ന് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഒരു 1.5 മാസത്തിന് മേളിൽ 1.5-2 മാസത്തോളമാകും ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരാളും പറഞ്ഞതനുസരിച്ച് തീരെ നിവൃത്തിയില്ലാത്തൊരു സമയം വന്നപ്പോൾ ഞാൻ ബിനപ്പാസിനെ പറ്റി അറിയാനിടയായി. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേക്കാം അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്നതാണ്. ഇവിടെ വന്ന് പാസ്റ്ററെ കണ്ടപ്പോൾ തന്നെ പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിച്ചു. ഇന്ന് തൊട്ട് നിനക്കൊരു മാറ്റം വരുമെന്നും ഞാൻ മുമ്പോട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ പലരും എന്നോട് പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ പറഞ്ഞപ്പോഴും ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി കല്ലുകൂടി നിർത്തിയിട്ടുണ്ട്. ഒരു ആഴ്ചയൊക്കെ മാക്സിമം നിർത്തുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ എൻ്റെ മമ്മി ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ വരെ എന്നെ കൊണ്ടിട്ട് കോട്ടയത്തുള്ള ഞങ്ങളുടെ സഭയുടെ തന്നെ അവിടെ വരെ ഞാൻ 12 ദിവസം കിടന്ന, എന്നിട്ട് പോലും ഞാൻ ഇറങ്ങി ഒരു 10-15 ദിവസം വരെ പിടിച്ച് നിന്നിട്ടുണ്ട്. അതിനപ്പുറം നിന്നിട്ടില്ല. പക്ഷേ എല്ലായിടത്തും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതി ഞാൻ നിർത്തിയിട്ട്, പക്ഷേ ഇവിടെ വന്ന് പാസ്റ്ററിനോട് സംസാരിച്ചു. പാസ്റ്ററിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഒരു വിലയില്ലാതെ അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല. ഇപ്പോൾ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നു. എൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്. ഞാൻ ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഒരു മാറ്റം കണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പം പലരും എൻ്റെ കൂടെ അടിച്ചുകൊണ്ടിരുന്ന 2 സുഹൃത്തുക്കൾ എൻ്റെ കൂടെ കൊണ്ടുവരാനിരിക്കണമായി. ഇപ്പം എൻ്റെ ഒരു മാറ്റം ഇവിടെ എല്ലാവരും കാണുന്നുണ്ട്. മുമ്പോട്ടും ഈ ഒരു മാറ്റത്തിൽ ഇങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ എപ്പിസോഡ് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ച എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തകർച്ചകൾ നിങ്ങളുടെ മുൻപിൽ വന്നാലും ആ തകർച്ചകളെ മുഴുവൻ വഴിമാറ്റാൻ ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളൊരു രോഗത്തിലാണെങ്കിൽ, നിങ്ങളൊരു തകർച്ചയിലാണെങ്കിൽ, നിങ്ങളൊരു പ്രതിസന്ധിയിലാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഡെനീസിനെ വിടുവിച്ച അതേ കർത്താവിന് നിങ്ങളെ വിടുവിപ്പാൻ സാധ്യമാണ്. നിരവധി രോഗികളെ സൗഖ്യമാക്കിയ യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ സാധ്യമാണ്. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇവരിന്ന് അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളും ഇവരുടെ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോകട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകാൻ അധികാരത്തോടെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. ബന്ധനത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തമേറിയ പ്രവൃത്തികൾ ഓരോ കുടുംബത്തിനകത്തും വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവിനോട് പറയുക, ഈ നിമിഷം മാരക രോഗത്താൽ ഭാരപ്പെടുന്ന നിരവധി കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യത്തിൻ്റെ കരം ഇന്ന് ഈ നിമിഷം ചലിക്കുകയാണ്. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ മാരക രോഗികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരെ പിശാച് കെട്ടിയ സകല കെട്ടുകളെയും കർത്താവ് അടിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഈ പുതുവത്സരത്തെ വരവേൽക്കുന്ന ഈ നിമിഷത്തിൽ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ, ദൈവത്താൽ ഉയർത്തപ്പെടാൻ, അവരുടെ നിരാശകൾ മുഴുവൻ അവരുടെ ജീവിതത്തിൽ നിന്നും വഴിമാറുന്ന ദിവസങ്ങളായി മാറാൻ സ്വർഗം സഹായിക്കണം. എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, 2016 അവസാനത്തെ ആരാധന
നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ടയിൽ സന്തോഷ് മുക്കിനുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ ആദ്യത്തെ നിലയിൽ നടക്കുന്ന ആരാധനയിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 31-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് നമുക്ക് ഒരുമിച്ച് വൈകിട്ട് 8:30 മുതൽ 12:30 വരെയുള്ള ആരാധനയിൽ നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വിടുവിക്കട്ടെ. ആരാധനയിൽ പങ്കുകൊള്ളാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മീക ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട കോളേജ് റോഡ് മണ്ണിൽ റീജൻസിയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468 222 0207 എന്ന നമ്പറിലോ 9446115091 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9446115091.